സംസ്ഥാനം ഇലക്ഷൻ ചൂടിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണ പരിപാടികളുമായി രംഗത്തുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കഴക്കൂട്ടം മണ്ഡലത്തിൽ ആരായിരിക്കും ഒരു വിജയക്കുതിപ്പ് നടത്തുക എന്നാണ് അച്ഛനും കരുതുന്നത്? മുരളീധരൻ തന്നെയായിരിക്കും. പകരം വന്നു കഴിഞ്ഞാൽ നാടിന് മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഉള്ള MLA കുറിച്ച് എന്താണ് ആവശ്യം? MLA കുറിച്ച് ഇവിടെ പൊതുവെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആരായിരിക്കും മുന്നേറ്റം സൃഷ്ടിക്കുന്നതെന്നാണ് കരുതുന്നത്? സിറ്റിംഗ് MLA ആയിരിക്കും. എന്താണ് കാരണം? അത് കാരണം ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് 72 വയസ്സായി, പെൻഷൻ മുടങ്ങാതെ കിട്ടണം. ഇവിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇപ്പോൾ ഇലക്ഷൻ ചൂടാണ്. അപ്പൊ ആരായിരിക്കും ഇവിടെ വരുന്നതാണ് തോന്നുന്നത്? ഇപ്പൊ എന്തായാലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴക്കൂട്ടം ജയിക്കാനുള്ള സാധ്യത. ഇപ്പൊ നിലവിലുള്ള MLA 10 വർഷം തിരിക്കുകയാണ്. അതിനേക്കാളും എന്തായാലും ഒരു മാറ്റം വേണം. അതിനുവേണ്ടി നമ്മളെ കൊണ്ടൊരു ആഗ്രഹിക്കുന്ന മാറ്റം വരാൻ. നമ്മളെ പോലുള്ളവർ ഇവിടെ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ സിറ്റിംഗ് MLA എന്ന് പറഞ്ഞു, സിറ്റിംഗ് MLA ഒക്കെ ഇനിയിപ്പോൾ കണ്ടറിയാം. ഇഷ്ടം പോലെ സ്വർണ്ണം കൊണ്ട് ഇഷ്ടം പോലെ കൈയിട്ട് വാരി എല്ലാവരും ഇപ്പോഴത്തെ സർക്കാർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് കേട്ടാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊന്നും ഒരു ഉപയോഗം ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. പിന്നെ ജയിച്ചാൽ അവരെ കുടുംബത്തിന് കൊള്ളാം. നമ്മളെ പോലുള്ളവർക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനേ ലോകമുള്ളൂ. നമുക്കൊന്നും ഒരു ബെനിഫിറ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല, ഒരു ബെനിഫിറ്റ്. ആരായിരിക്കും മുന്നേറ്റം സൃഷ്ടിക്കുക? വികസനമൊന്നുമില്ല, ഫ്ലെക്സിൽ മാത്രമേ ഉള്ളൂ വികസനം. നാട്ടിൽ വികസനം നിങ്ങൾ ഇവിടെ താഴോട്ട് പാറമ്മ റോഡിലോട്ട് പോയി നോക്കിയാൽ MLA എന്തൊക്കെയാണ് ചെയ്തതെന്ന് അപ്പം കാണാൻ പറ്റും. ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, കുറെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ അതിന്റെ വികസനമായിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ പിന്നെ ഇപ്പൊ സ്കൂളിൽ ചെയ്തെന്ന് പറയുന്നത് സ്കൂളിലൊന്നും ഒന്നും ആയിട്ടില്ല. അവിടെ ചുമ്മാ ഫ്ലെക്സ് വെച്ചിങ്ങനെയാണ്. ഇവിടെ വികസനമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പുള്ളി.